ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു പൊങ്കൽ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും പൊങ്കൽ ആശംസകൾ. ഹാപ്പി പൊങ്കൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെൺപൊങ്കലാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. അപ്പോൾ ഈ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് ഒരു ബെല്ലൈക്കൺ കൂടി ഉണ്ട്, അതും മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് പൊങ്കൽ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് പച്ചരി ഇട്ട് കൊടുക്കുകയാണ്. പച്ചരി നമുക്ക് ഏത് തരത്തിലുള്ള പച്ചരി എടുക്കാം. ഞാനിവിടെ ചെറിയ സൈസിലുള്ള പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് 1/4 ഗ്ലാസ് ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുക്കാം. ചെറുപയർ പരിപ്പ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, നമ്മൾ പായസത്തിനൊക്കെ സാധാരണ എടുക്കില്ലേ, ആ ഒരു പരിപ്പാണ്. ഇതിൻ്റെ റേഷ്യോ എങ്ങനെയാണെന്ന് വെച്ചാൽ 1 ഗ്ലാസ്സിന് 1/4 ഗ്ലാസ് എന്നാണ്. അതായത് 1 ഗ്ലാസ് അരി എടുക്കുമ്പോൾ 1/4 ഗ്ലാസ് ചെറുപയർ പരിപ്പ് എടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ കപ്പിലാണ് എടുക്കുന്നുണ്ടെങ്കിൽ 1 കപ്പ് അരിക്ക് 1/4 കപ്പ് പരിപ്പ്, അങ്ങനെയാണ് എടുക്കേണ്ടത്. ഇനി നമുക്കിത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. വാഷ് ചെയ്തതിന് ശേഷം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇത് രണ്ടും നന്നായി കഴുകി അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പൊങ്കൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിലാണ്. അപ്പോൾ ആ കുക്കറിൽ തന്നെ നമുക്ക് ആദ്യം ഇത് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് പരിപ്പും അരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. 2-3 മിനിറ്റ് നേരം കഴിയുമ്പോൾ പരിപ്പിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ല് വരും. അതുവരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ അരിയും പരിപ്പും ആവശ്യത്തിന് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. ഇത് നമ്മുടെ ചോറ് വേവിച്ചെടുക്കുന്ന രീതിയിലല്ല വേവിക്കേണ്ടത്. ചോറിനേക്കാളും നന്നായിട്ട് വെന്ത് കുഴഞ്ഞ പരുവത്തിലാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു 4.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൽ 1 ഗ്ലാസ് അരിക്ക് 3.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. പിന്നെ ഒരു 1/4 ഗ്ലാസ് ചെറുപയർ പരിപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനും ചേർത്തിട്ടാണ് 4.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇത് ഒരു വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം നന്നായി കുറച്ച് വയ്ക്കാം. അതിന് ശേഷം ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ വേവിക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് പ്രഷർ മുഴുവനായിട്ട് പോയ ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ പൊങ്കൽ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് താളിച്ച് ചേർക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ അത്യാവശ്യം നല്ല നെയ്യ് വേണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ നെയ്യിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട. വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ ഇപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുഴുവനായിട്ടുള്ള കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഈ കുരുമുളക് ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം നമ്മളെ സാധാരണ ജീരകം, ക്യുമിൻ സീഡ്സ്, അത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് അണ്ടിപ്പരിപ്പാണ്. അണ്ടിപ്പരിപ്പ് ഞാൻ കുറച്ചാണ് ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ചേർക്കുന്നത് ഈ പൊങ്കലിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 നുള്ള് കായപ്പൊടിയാണ്. പിന്നെ അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കത് പൊങ്കലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ചോറും പരിപ്പും നന്നായി ഉടഞ്ഞു കിട്ടുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൊങ്കൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ പൊങ്കലിന് മാത്രമല്ല അല്ലാത്ത സമയത്തും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ളതാണ്. എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. പൊങ്കൽ നമ്മൾ കഴിക്കുന്നത് സാധാരണ ചട്നിയുടെയും സാമ്പാറിൻ്റെയും കൂടെയാണ്. കൂട്ടത്തിൽ വടയും കഴിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ് തന്നെയാണിത്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്